ക്ലാസ്സിൽ നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ ഫില്ലിംഗ് വിത്ത് ഔട്ട്ലൈൻ എന്ന വർക്കാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഔട്ട്ലൈൻ വിത്ത് ഫില്ലിംഗ് എങ്ങനെ ചെയ്യുന്നതെന്നായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കാണിക്കാൻ പോകുന്നത് ഫില്ലിംഗ് വിത്ത് ഔട്ട്ലൈൻ ആണ് കേട്ടോ. അതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ബ്രഷ് നമ്പർ 4 ആണ്. അതേപോലെ തന്നെ ബ്രഷ് നമ്പർ 0 ബ്രഷ് കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2 കളർ പെയിൻറ് എടുത്തിട്ടുണ്ട്. ഒരു ഗ്രീനും ഒരു റെഡ് കളറുമാണ് എടുത്തിരിക്കുന്നത്. ഫ്രെയിമിലേക്ക് ഓൾറെഡി ഞാൻ പിക്ചർ വരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ജസ്റ്റ് ഒരു ബോർഡർ ഡിസൈൻ പോലെയാണ് ഞാൻ ഇതിൽ വരച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് അങ്ങനെ ചെയ്യുന്നു നോക്കാതെ. ഇനി നമ്മൾ ഡബിൾ ഷെയ്ഡ് ചെയ്തപ്പോഴത്തേക്കിനും നമ്മൾ ഫില്ലിങ് ചെയ്തതിന് ശേഷമാണ് ഔട്ട്ലൈൻ ഒക്കെ ചെയ്തത്. അത് ലൈറ്റായിട്ടും അതുപോലെ തന്നെ കുറച്ച് തിക്കായിട്ട് വരയ്ക്കുന്ന രീതിയിലൊക്കെ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കളർ ഫില്ല് ചെയ്തതിന് ശേഷം ഔട്ടർ ലൈൻ ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അങ്ങനെ ചെയ്യുന്നത്. എന്താ റെഡ് കളർ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്രഷ് ഞാൻ ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നമ്പർ 4 ആണ് ബ്രഷ് നമ്പർ. അപ്പോൾ നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ലൈറ്റായിട്ട് വേണമെന്ന് കളർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഔട്ടർ പോർഷൻ ഇത് ഡ്രൈ ആയതിനു ശേഷം വേണം ഔട്ടർ പോർഷൻ ലൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇതിനകം നല്ലതായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതേപോലെ ആ ഒരു പിക്ചർ എങ്ങനെയാണോ വരച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് കളർ ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് കളർ ഫില്ല് ചെയ്തെടുക്കാം. അത് ആ ഒരു ഫ്ലവറിൻ്റെ വലിപ്പം കുറവായതുകൊണ്ടാണ് ഞാൻ ബ്രഷ് നമ്പർ 4 എടുത്തേക്കുന്നത്. ഇതേപോലെ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ നമുക്ക് ആ ഒരു ഔട്ടർ ലൈൻ വരയ്ക്കാനുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കളർ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഔട്ടർ ലൈൻ നമുക്ക് ഡാർക്ക് ഷെയ്ഡിൻ്റെ മേളിൽ കൂടെ ഔട്ടർ ലൈൻ ചെയ്താലും നമുക്ക് എടുത്തറിയാനായിട്ട് സാധിക്കും കേട്ടോ. ഇതേപോലെ തന്നെ ഒന്നൊന്നായിട്ട് നമുക്ക് കളർ ഫില്ല് ചെയ്ത് എടുക്കാം. ഓൾറെഡി നിങ്ങൾക്ക് ആ ഡബിൾ ഷെയ്ഡിൻ്റെ മെത്തേഡ് കാണിച്ചപ്പോൾ ഞാൻ ഔട്ട്ലൈൻ ചെയ്യുന്നതിന് മുന്നെയാണ് നിങ്ങൾക്ക് കളർ ഫില്ല് ചെയ്ത് കാണിച്ചത്. അതേപോലെ തന്നെ ആണ് ഈ മെത്തേഡ് വരുന്നത്. ഷെയ്ഡിങ് ഇല്ലെന്നേ ഉള്ളൂ, ഒറ്റ കളർ വെച്ചിട്ട് അടിക്കുന്നതേ ഉള്ളൂ. അത് ഷെയ്ഡിങ് ഉണ്ടായിരുന്നു, പക്ഷെ മെത്തേഡ് സെയിം ആണ് കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കളേഴ്സ് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ചെറിയ ഗ്യാപ്പ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ചെയ്യണം. അതുപോലെ തന്നെ കാർബൺ പേപ്പർ വെച്ചിട്ടുള്ള ലൈൻസ് ആയാലും നമുക്കിതിനകത്ത് കാണാൻ പാടില്ല. ഡയറക്റ്റ് വരയ്ക്കുന്ന പിക്ചർ ആയാലും കാർബൺ പേപ്പർ വെച്ച് വരച്ചാലും ആ ലൈൻസ് ഒന്നും തന്നെ കാണാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് ആ ഒരു ലൈൻ ചെയ്തതിൻ്റെ മുകളിൽ കൂടി തന്നെ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. ആ ഒരു ഗ്യാപ്പ് ഇടുന്നത് ഔട്ട്ലൈനിന് വേണ്ടിയിട്ടുള്ള ഗ്യാപ്പാണ്. ആ ഗ്യാപ്പ് ഇട്ടാലും ഗ്യാപ്പ് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഔട്ട്ലൈൻ ചെയ്യണം. അതിനുള്ള രീതിയിലുള്ള ഗ്യാപ്പ് മാത്രമേ അവിടെ ഇടാൻ പാടുള്ളൂ. ഇതുപോലെ നമുക്ക് ഫില്ല് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരണം. നിങ്ങൾക്കിത് ഫില്ലിംഗ് വിത്ത് ഔട്ട്ലൈൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഷെയ്ഡിങ് എന്തെങ്കിലും ഫ്ലവേഴ്സിന് വേണമെന്നുണ്ട് അങ്ങനെയും കൊണ്ടുവരാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു ഔട്ട്ലൈൻ ചെയ്യുന്നതിന് മുന്നേ കളർ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലും പുറത്തോട്ട് എന്തെങ്കിലും പെയിൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും പടർന്നു പിടിക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഔട്ടർ ലൈൻ കൊണ്ട് നമുക്കതിനെ നീറ്റാക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇതേപോലെ നീറ്റാക്കി അതിൽ നിന്ന് ഡ്രോയിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ടു, ചെറിയൊരു ഗ്യാപ്പ് അവിടെ വിട്ടുകൊണ്ട് 2 സൈഡിലും വിടണേ ഗ്യാപ്പ്. നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം ഒന്ന് ഔട്ട്ലൈൻ ചെയ്താൽ മതി, അല്ലാതെ പടർത്ത് പിടിക്കും കേട്ടോ. നമുക്ക് സെൻറ്ററിലൊക്കെ വേറെ കളറൊക്കെ കൊടുക്കാം. ഇതുപോലെ ഞാൻ ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ് വിട്ട പോർഷൻ വേണം നമുക്ക് ഔട്ട്ലൈൻ ചെയ്യാൻ. ഒന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡാർക്ക് ഷെയ്ഡ് വെച്ച് ഔട്ട്ലൈൻ കൊടുക്കാം, ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുക്കാം. അപ്പോൾ ഞാൻ ബ്ലാക്ക് വെച്ച് തന്നെയാണ് ജസ്റ്റ് ഔട്ട്ലൈൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കളർ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് കളർ ചെയ്തെടുക്കാം. ഫ്ലവേഴ്സിനെല്ലാം കൊടുത്തിട്ടുണ്ട്. ഞാനിനി ലീഫിന് ഗ്രീൻ ഷെയ്ഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സെയിം മെത്തേഡിൽ തന്നെ ഗ്യാപ്പ് ഒന്നും വിടുന്നില്ല ലീഫിന്, പക്ഷേ ഫില്ലിങ് ചെയ്യുന്ന ഈ രീതിയിൽ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഈ രീതിയിൽ ഗ്രീൻ ഷെയ്ഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഇവിടേക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ ഒരു ബോർഡർ ഡിസൈനൊക്കെ ആയിട്ടുള്ള വരുന്ന ഡിസൈനാണ് ഞാനിപ്പോൾ ഇതിൽ വരച്ചിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. ജസ്റ്റ് ഈ ഔട്ടർ ലൈനൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് സെയിം കളർ വെച്ച് വേണമെങ്കിൽ കൊടുക്കാം, അല്ലാതുകൊണ്ട് വേറെ കളർ വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. ആ ലൈൻസ് ഒക്കെ വരുമ്പോൾ എപ്പോഴും ഒന്ന് ജസ്റ്റ് ഒരു ലൈനായിട്ട് തന്നെ കാണുന്ന രീതിയിൽ അങ്ങ് വരച്ചാൽ മതി.
ഒരു ഡാർക്കാക്കി നമ്മൾ ഭയങ്കര തിക്കായിട്ട് വരയ്ക്കുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല. ലൈനൊക്കെ ഇങ്ങനെ അങ്ങ് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് അതിനകത്തങ്ങ് ഫില്ല് ചെയ്താൽ മതിയേ. ആ ബോർഡർ നമുക്കൊന്ന് ലെവലായിട്ട് കിട്ടും. പിന്നെ അതിൻ്റെ ഉൾഭാഗത്ത് നമ്മളങ്ങ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. വേണേൽ വൈറ്റ് ഷെയ്ഡൊക്കെ വെച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ഷെയ്ഡ് കാണിച്ചു തന്നില്ല, ആ രീതിയിൽ എനിക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു സെയിം കളർ തന്നെ അങ്ങ് കൊടുക്കുകയാണ്. വേറെ ഷെയ്ഡിങ്ങും കാര്യങ്ങളും ഒന്നും തന്നെ കൊടുക്കുന്നില്ല. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഇത് വന്നിട്ട് കേട്ടോ. പിന്നെ നമുക്ക് ലാസ്റ്റത്തെ കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ ഔട്ടർ ലൈനൊന്ന് ലാസ്റ്റ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഔട്ടർ ലൈൻ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഷെയ്ഡിങ്ങും കാര്യങ്ങളും ഒന്നും തന്നെ കൊണ്ടുവരുന്നില്ല. ഡയറക്റ്റ് ആ കളർ എന്തോ ആ കളർ അതിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് പുറത്തേക്ക് പോകുമെന്ന് പെയിൻറ്റ് ചെയ്യുമ്പോൾ ലെവലായിട്ട് കിട്ടില്ല, പുറത്തേക്കൊക്കെ പോകുമെന്ന് തോന്നുവാണെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നീറ്റായിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. അത് പുറത്തേക്കൊന്നും പെയിൻറ്റ് ഇട്ട് പോവില്ല. നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. ഇതേപോലെ ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം. വേണ്ടോ, നീറ്റായിട്ട് നമുക്കത് ചെയ്യാം. ഇതുപോലെ ബാക്കിയുള്ള പെയിൻറ്റിങ് സെഷനെ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. ഔട്ടർ ലൈനിൻ്റെ ഈ ഒരു പോർഷൻ വരുമ്പോൾ ജസ്റ്റ് ഒരു ലൈനിങ് ഇങ്ങനെ കൊടുക്കുന്നു. അതിനുശേഷം ഈ കളർ ഇതിനകത്ത് ഇങ്ങനെ ഫില്ല് ചെയ്യുന്നു. ഔട്ടർ ലൈൻ പോലെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് അതിനകത്ത് പിന്നീട് ഫില്ല് ചെയ്താലും മതി. കണ്ടോ, ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് അതിൻ്റെ ലൈൻസ് ഒക്കെ ഒന്ന് അതിലേക്ക് ഒന്ന് കറക്റ്റ് വെച്ച് കൊടുക്കാം. ഈസി ആയിട്ട് തന്നെ ഈ ഒരു പാറ്റേൺ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ വശത്തും ചെയ്തെടുക്കാം കേട്ടോ. ചെയ്തതിന് ശേഷം കാണിച്ചു തരാവേ. ഇത് കളർ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു പാറ്റേൺ ചെയ്യാനായിട്ട് പറ്റും. ഒരു സാരി ബോർഡർ ഡിസൈൻ ആയിട്ടും അല്ലാണ്ടെങ്കിൽ ടോപ്പിൻ്റെ ഒക്കെ താഴെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് ബോർഡർ പോർഷനിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഇത് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിനി ഇതിന് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ടർ ലൈൻ വരച്ച് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച പോലത്തെ ഔട്ടർ ലൈനാണ് ഇതിന് വേണ്ടത്. തീരെ വീതി കുറഞ്ഞ ടൈപ്പുള്ള ഔട്ടർ ലൈനാണ് വേണ്ടത്. ഞാൻ ബ്രഷ് കാണിച്ചായിരുന്നല്ലോ, പോയിന്റ് ബ്രഷ്, അതായത് നമ്മൾ നമ്പർ 0 ബ്രഷാണ് നമുക്ക് വേണ്ടത്. ഇത് വെച്ചിട്ട് നമുക്ക് ഫുള്ളൊന്ന് ഔട്ടർ ലൈൻ ചെയ്തെടുക്കാം. ഞാൻ ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്, പോയിന്റ് ബ്രഷ് എടുത്തിട്ടുണ്ട്, ഔട്ടർ ലൈൻ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ക്ലാസ്സിൽ ചെയ്യാൻ പഠിച്ച പോലെ തന്നെ ആണ് ചെയ്യേണ്ടത്. കുറച്ച് മാത്രം പെയിൻറ്റ് ബ്രസിൽസിൽ എടുക്കുക. അതിനുശേഷം ഔട്ടർ ലൈൻ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഔട്ടർ ലൈൻ ആ ഒരു ചെറിയ ഗ്യാപ്പിൽ മാത്രം ചെയ്താൽ മതിയേ. നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം ചെയ്യുക. ഡ്രൈ ആവുന്നതിന് മുന്നേ ചെയ്യാൻ പാടില്ല, ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം ചെയ്യാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പടർന്ന് പിടിക്കും കേട്ടോ. ഇതുപോലെ ലൈറ്റായിട്ടുള്ള ലൈൻസ് വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ബ്ലാക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ചേരുന്ന വേറെ കളേഴ്സൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് ബ്ലാക്ക് കൊടുക്കുന്നതേ ഉള്ളൂ. ഗ്യാപ്പിനനുസരിച്ച് ഓരോ കളേഴ്സ് ഇങ്ങനെ നമുക്ക് കൊടുക്കാം. വളരെ കുറച്ച് പെയിൻറ്റ് മാത്രം എടുത്താൽ മതി, ഒരുപാട് പെയിൻറ്റ് എടുക്കണ്ട. ഔട്ടർ ലൈൻ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പെയിൻറ്റിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. ഇതേപോലെ ജസ്റ്റ് ഒന്ന് ലൈൻസ് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഫസ്റ്റത്തെ ക്ലാസ്സിൽ ഔട്ടർ ലൈൻ ചെയ്യാൻ കാണിച്ചായിരുന്നല്ലോ, അതുപോലെ അതൊന്ന് ചെയ്താൽ മതിയേ. ഈസി ആയിട്ട് നമുക്ക് ഔട്ടർ ലൈന് അതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ബ്രിസിൽസിൽ കുറച്ച് പെയിൻറ്റ് മാത്രം എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുമെങ്കിൽ ഈസി ആയിട്ട് ആ ഒരു ലെവലിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുമേ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്ത് എടുത്തതിന് ശേഷം കാണിച്ചു തരാവേ. ഔട്ട്ലൈൻ ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഫ്ലവേഴ്സിന് മാത്രമേ ഞാനിവിടെ ഔട്ട്ലൈൻ കൊടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ള ലീവ്സിനൊന്നും ഞാൻ ഔട്ടർ ലൈൻ കൊടുത്തിട്ടില്ല. ജസ്റ്റ് കളർ ഫില്ല് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണേ.